അപ്പോൾ ഞാൻ വാങ്ങിച്ചേക്കണ സാരിയും പിന്നെ ചുരിദാറും കാണിച്ചു തരാം. കുറച്ച് ചുരിദാറുകൾ ഞാൻ തയ്ക്കാൻ വേണ്ടിയിട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ അതേപോലെ തന്നെ സാരി ഞാൻ അധികം വാങ്ങിച്ചിട്ടുണ്ടായിരുന്നില്ല. 3 സാരി വാങ്ങിച്ചിട്ടുണ്ട്. ഒരു സാരി ഞാൻ സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് കൊടുത്തേക്കാണ്. അത് നല്ല സൂപ്പർ സാരി കേട്ടോ. അതിൽ ബ്ലൗസ് പീസ് കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ സാരി പാടി അവിടെ കൊണ്ടുവന്നു. അത് ആ സാരി കിട്ടുമ്പോൾ ഞാൻ കാണിക്കാം. പിന്നെ വേറൊരു സാരി അത് ഇതെൻ്റെ ഫേവറേറ്റ് സാരി കേട്ടോ. ഇത് ഡാർക്ക് ബ്ലൂവിൽ റെഡ് ബോർഡറായിട്ട് ഇത് കാഞ്ചിപുരം കേട്ടോ. അടിപൊളി സാരി എന്ന് വെച്ചാൽ അടിപൊളി. ഇതൊക്കെ കോമ്പിനേഷൻ എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടുള്ള ഒരു കോമ്പിനേഷനാണത്. അത് ഭംഗി അത് കാണാൻ വേണ്ടിയിട്ട് ഇങ്ങനത്തെ വീഡിയോയിൽ എന്തായാലും കാണുന്നത് ഇത് ഭംഗി കാണാൻ പറ്റുമെന്ന് എനിക്ക് അറിയില്ല. ഞാൻ നീനെ കാണിച്ചു പറഞ്ഞിട്ട് നീ പറയുന്നു മമ്മി എനിക്ക് വേണമെന്ന് പറഞ്ഞ ഈ സാരി. അവളങ്ങനെ സാരി ഒരിക്കലൊന്നുമില്ല. ഇതിൻ്റെ മുന്താണി ചിലപ്പോൾ ഞാൻ കാണുമ്പോൾ ക്യാമറയിൽ കാണുമ്പോൾ കുറച്ചും കൂടി ഭയങ്കര തെളിച്ചത്തിൽ ഭയങ്കര തെളിഞ്ഞ് നിൽക്കണ ഒരു റെഡായിട്ട് ചിലപ്പോൾ കാണുന്നത്. പക്ഷെ അങ്ങനത്തെ തെളിഞ്ഞ് നിൽക്കണ കളറല്ല അത് അത്രയ്ക്കായിട്ട് തെളിഞ്ഞ് നിൽക്കണ റെഡല്ല. ഇത് അതിൻ്റെ കളർ കൊടുക്കാനൊക്കെ എന്നാലും എനിക്ക് തോന്നുന്നു നല്ല നല്ല സുഖമുണ്ടാവും. ഇത് കണ്ടപ്പോൾ തന്നെ ഞാൻ വേഗം വാങ്ങിച്ചു സാരി. അപ്പം ക്യാമറയിലേക്ക് കാണുമ്പോൾ ചിലപ്പോൾ അതിൻ്റെ ശരിക്കുള്ള കളർ കാണില്ല, കുറച്ചും കൂടി ഒരു ബ്രൈറ്റ് ആയിട്ട് കാണും. ഞാൻ ഒരുപാട് ബ്രൈറ്റ് ആയിട്ടുള്ള കളർ ഇഷ്ടമല്ല, എനിക്ക് കുറച്ചിങ്ങനെ ഒരു ഡാർക്ക് ആയിട്ട് നിൽക്കുന്ന കളർ ഇഷ്ടം. അപ്പം ഇതൊരു സാരിയുണ്ട്. ഇതിൻ്റെ ബ്ലൗസ് തയ്ക്കാൻ വേണ്ടി പോകണം. അത് കഴിയുമ്പോൾ ഞാൻ സാരി കൊടുത്ത് കാണിക്കുമ്പോഴല്ല അതിൻ്റെ ഭംഗിയിട്ടാണ്. കാരണം സാരി കൊടുത്ത് കഴിഞ്ഞപ്പോൾ കാണിക്കുന്നതിനൊക്കെ അത് ഞാൻ പിന്നെ മടക്കി വെച്ചിടാം. ഇത് ഇട്ടിടാം. അതായത് ഇത് ഞാനത് ശരിക്കും സമയം എടുത്ത് വെച്ച് മടക്കണം. പിന്നെ വേറൊരു സാരി വാങ്ങിച്ചത് ഇതായിരുന്നാലും എനിക്ക് ഇഷ്ടമുള്ള ഒരു കളറാണ് മഞ്ഞ, തീ മഞ്ഞ. പക്ഷെ തീ മഞ്ഞയുടെ കളറിൻ്റെ ഒരു കുഴപ്പമുണ്ട്. ഇത് നമ്മൾ വീഡിയോയിലൊക്കെ എടുക്കുമ്പോഴൊക്കെ വീഡിയോയിൽ നമ്മൾ ചുരിദാറൊക്കെ ആയിരുന്നാലും ഈ മഞ്ഞ കളർ വെച്ചിട്ട് നമ്മൾ വീഡിയോയൊക്കെ പിടിക്കുമ്പോഴുണ്ടല്ലോ അതിൻ്റെ കളർ ഒട്ടും ശരിക്കും കിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ കളർ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള കളറാണ്. പക്ഷേ ഇത് വെച്ചിട്ടുള്ള ഡ്രസ്സുകൾ ഞാൻ ഇതിന് വളരെ കുറവ്. ഇത് അതേപോലത്തെ ഒരു തീ മഞ്ഞ കളർ. ഇതിൻ്റെ സാരി ബ്ലൗസ് തയ്പ്പിക്കാൻ വേണ്ടിയിട്ട് കുറവ്. ഇത് നല്ല രസമുണ്ട്. അതിനകത്ത് കാണുമ്പോഴേ ഭയങ്കര ലൈറ്റ് വരും ഈ മഞ്ഞ സാരി. അതാണ് കുഴപ്പം. പിന്നെ സാരി എടുത്താലും ഞാനങ്ങനെ അധികം ഞാനങ്ങനെ എടുക്കാറില്ല. സാരി കാണുമ്പോൾ നമ്മളങ്ങനെ വാങ്ങും, പക്ഷെ എടുക്കൽ വളരെ കുറവാണ്. പിന്നെ അവിടേക്ക് ഇരുന്നാൽ നമ്മൾ പള്ളിയിലേക്ക് പോകുമ്പോൾ എടുക്കണ്ട. പള്ളിയിലേക്ക് എല്ലാവരും സാരി എടുത്തിട്ട് വരുന്നത്. ഞാൻ മാത്രമൊക്കെ എന്നാൽ അവിടെ ചുരിദാറി എടുത്തിട്ട് വരുന്ന ആൾക്കാർ. കല്യാണത്തിന് മുമ്പൊക്കെ ഇരുന്നാൽ ഞാനങ്ങനെ അധികം സാരി ഒന്നും എടുത്തിട്ടൊന്നുമില്ല. പിന്നെ അത്രയാണ് സമയം കിട്ടില്ല. ചേച്ചിയുടെ കല്യാണം കഴിഞ്ഞ് ഒരു 6-7 മാസം, രണ്ടാമത്തെ ചേച്ചിയുടെ കല്യാണം 6-7 മാസം കഴിഞ്ഞിട്ട് എൻ്റെ കല്യാണം കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. ഓക്കെ, അപ്പോൾ അത് അങ്ങനെ 2 സാരി എടുത്തിട്ടുണ്ട്. പിന്നെ ഇത് ഒരു ചുരിദാറിൻ്റെ മെറ്റീരിയലുണ്ട്. ഇതായിരുന്നാല് സൂപ്പർ കളർ കോമ്പിനേഷൻ കേട്ടോ. ഇത് ഒരു ബ്ലൂ ആണ്. ഇത് ഇതിൻ്റെ നെക്കിൽ വരുന്നതാണ്. നമുക്ക് ഭംഗിയാണ് അത് കാണാൻ വേണ്ടിയിട്ട്. ഇത് സെൻറ്ററിൽ കൂടില്ല ഇത് നെക്കിൻ്റെ കൂടെ തുറന്നു കഴിഞ്ഞാൽ എടുക്കാൻ അത് നോക്കി നല്ല രസമില്ല. ഇതിങ്ങനെ ഒതുങ്ങി കിടക്കണ തുണി അതെന്ത് ഷിഫോണാട്ടേന്ന് തോന്നുന്നു. അതിൻ്റെ ഷോളും ഇത് ഈ സെയിം ഡിസൈനായിട്ട് ഇതിൻ്റെ ഷോള്. ഇതാണ് ഇതിൻ്റെ ഷോള്. വെച്ച് കാണിക്കാൻ പറ്റുന്ന അവിടെ എന്നാലും കുറച്ച് നന്നായിട്ട് കാണിക്കാൻ വേണ്ടിയിട്ട് വരാം. ഇതാണ് അയ്യോ പറഞ്ഞു വരുത്തില്ല. ഓക്കെ ഓക്കെ ഇതാണ് ഇതിങ്ങനെ തളർന്ന് നടക്കുന്ന ഷോളായിരിക്കും. ഷോളൊക്കെ ആകുമ്പോൾ ഈ തളർന്ന് നടക്കുന്ന ഷോളൊക്കെയാണ് നമുക്ക് ഇടാൻ വേണ്ടിയിട്ട് പറ്റുള്ളൂ. അതൊക്കെ ഷോളൊക്കെ നമ്മൾ വാങ്ങിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ വെച്ചാലും ഇരിക്കത്തൊന്നുമില്ല, അതൊക്കെ ഓടിപ്പോകും. അത് ഇത് വെച്ചിരുന്നാറ് ഇത് സൂപ്പറാണ്. എൻ്റെ ഫേവറേറ്റ് ഇത് രണ്ടാണ് എൻ്റെ ഫേവറേറ്റ്. ആ സാരി കാണിച്ചില്ലേ, ആ സാരിയും ഈ ചുരിദാർ എനിക്ക് ഇങ്ങനത്തെ ഡാർക്ക് കളറും ഇത് ഭയങ്കര ഇഷ്ടമാണ്. അതിൻ്റെ ഷോളൊക്കെ ഇരുന്നത് നല്ല രസമാണ്. ചിലപ്പോൾ ഇത് ബ്ലാക്ക് ആയിട്ട് കാണുന്നുണ്ട്. അത് ബ്ലാക്ക് ആയിട്ട് കാണും. ഇത് തന്നെ ബ്ലാക്ക് ഞാൻ വാങ്ങിച്ചിട്ടുണ്ട് സെയിം. അത് ഞാൻ തയ്ക്കാൻ വേണ്ടിയിട്ട് കൊടുത്തേക്ക. ഓക്കെ, അപ്പോൾ ഇത് അത് ഒരു ചുരിദാർ. പിന്നെ വേറെ അത് ഞാൻ ഓൾറെഡി തയ്ച്ച് ഇവിടെ ഇട്ടുവിട്ടത്. എല്ലാവർക്കും ഇഷ്ടമുള്ള കളറാണ് ബ്ലാക്ക്. ഇത് ഞാനിവിടെ വന്നിട്ട് 2 പ്രാവശ്യം ഇട്ടതാണ്. കാര്യം ഇതിൻ്റെ ഷോളായിരുന്നാലും അങ്ങനെ തന്നെ. ഇത് ഷാളാട്ടോ ഭംഗി. ഇതിങ്ങനെ കനം പറഞ്ഞിട്ടുള്ള ഷാൾ. അത് ഈ നെക്കിൻ്റെ കൂടെ വന്നെങ്കിൽ ഡിസൈൻ തന്നെയാണ് ഇത് വന്നെയാണ്.
ഇതിൻ്റെ ഈ നെക്കിൽ ഇത് എനിക്ക് നല്ല ഇഷ്ടമായി. നിങ്ങൾക്ക് വേറെ ഇഷ്ടമുള്ള ഇഷ്ടമായിരുന്നു വെച്ചാൽ പറയണേ. ഇത് നല്ല ഇതിൻ്റെ നെക്ക് ഇതിൻ്റെ ഈ സെയിം തന്നെയാണ് ഇതിൻ്റെ ഈ സ്ലീവുമ്മ വരുന്നത്. നമ്മുടെ സ്ലീവിൻ്റെ ഇതിൽ ശരിക്കും ആ ഷാൾ സെയിം സാധനം ഇതിൽ വരും. ഷാൾ ഇതിൽ സ്ലീവിൽ വരും. പിന്നെ വേറെ ഒന്ന് എടുത്തിട്ടുണ്ട് ബ്ലാക്ക്. ഞാൻ ഇപ്പോൾ പറയുന്നത് ബ്ലാക്ക് എൻ്റെ കൂടുതലുള്ള ചിലത്. ഇത് ബ്ലാക്ക് ഇത് ഫുള്ള് ഇങ്ങനെ വർക്ക് ചെയ്തേക്കുന്നുണ്ട്. അതിൻ്റെ ഇതെന്ത് മെറ്റീരിയലാണ്? ചിക്കൻ കറി വർക്കാം അതാണെന്നറിയില്ല. എൻ്റെ മെറ്റീരിയലിൻ്റെ പേര് ഇതിന് ഫുള്ള് വർക്ക് ചെയ്തിട്ട് ഇതാണ് ഇതിൻ്റെ ടോപ്പ്. ഇതായിരുന്നാലും എനിക്ക് നല്ല ഇഷ്ടമായിരുന്നത്. നല്ല രസമുണ്ട്. അതിൻ്റെ ഇതിൻ്റെ ഷാളാണ് ഇത്. പ്ലെയിനായിട്ട് പ്ലെയിനല്ല, അതിൻ്റെ ഈ രണ്ട് ഇവിടേക്ക് ഈ സെയിം വർക്കായിട്ട് വന്നിട്ട് ഇവിടെ ഇതൊരു ഉള്ളിൽ കുറച്ച് വർക്കൊക്കെ ചെയ്തിട്ട്, കാരണം ഇതുമ്പോൾ ഫുള്ള് വർക്കാണല്ലോ. ഷോളുമ്മ ഫുള്ളായിട്ട് വർക്ക് ചെയ്യേണ്ടത്. ഇതും എനിക്ക് നല്ല എല്ലാം നമുക്ക് ഇഷ്ടമായതായിരിക്കും. നമുക്ക് ഇഷ്ടമായി നല്ല വാങ്ങുള്ളൂ. അപ്പം ഇത് നല്ല രസമുണ്ട്. ഷോളൊക്കെ കിടക്കുമെന്ന് എനിക്കറിയില്ല നന്നായിട്ട്. കുഴപ്പമില്ല, എനിക്ക് അനുഭവമുണ്ട് ഷോൾ. ഇതാണ് എനിക്ക് എന്തായാലും ഇതിൻ്റെ ഷോളൊക്കെ മാറ്റിയിട്ട് ഇന്ന് തൽക്കാലത്ത് എടുത്ത് കൊണ്ടുവന്നു. അപ്പം ഇന്ന് അതുകൊണ്ട് ഇത് പിന്നെ വേറെ ഇതും ഒരു തീമഞ്ഞിന് സാരിയുടെ ഒക്കെ അതേപോലെ തന്നെ കളർ കോട്ടനാണ്. ഇതിന് ഇവിടെ ഇവിടെ ഇങ്ങനെ ഫുള്ള് വർക്ക് ചെയ്തിട്ടുണ്ട്. ക്യാമറ ട്രൈപ്പോഡിന് ചെയ്യണം. ഞാൻ ഫോണിൽ പിന്നെ നിങ്ങൾ അടുത്ത് കാണിച്ചിട്ടുണ്ട്. ഇവിടെ നെക്കിൻ്റെ ഇവിടെ ഒരു വർക്ക് വരും. നല്ലതാണ്, നല്ല കളർ. പിന്നെ ഒരു ബ്ലൂ. എല്ലാവരും എൻ്റെ ബ്ലൂവിൽ പല വെറൈറ്റി ആയിട്ടുള്ള ബ്ലൂ ആണ്. ഇതിൻ്റെ ഇടത്ത ഇത് നല്ല ഭംഗിയുള്ള ബ്ലൂ ആണ്. ഇതാണ് ഇതിൻ്റെ ഷാള്. ഈ ഡിസൈൻ ഇതായിരുന്നു കനകൻ്റെ ഷാളുണ്ടായിരുന്നു. ഷാളാണ് നല്ലത്. ഞാൻ പറഞ്ഞു ഷോളിന് നല്ല മീറ്റിംഗ് ആണ്. ഇതും നല്ലതാണ്. എനിക്ക് എല്ലാവർക്കും ഇഷ്ടമായിരുന്നു. എനിക്ക് ഫുള്ള് പറയണ്ടേ എല്ലാവരും ഇതാണ് എൻ്റെ ഫേവറേറ്റ് എന്നറിയില്ല. ഇത് നല്ലതാണ്. അതായത് കുട്ടി കിടക്കുന്ന പോലത്തെ തുണിയാണ്. അങ്ങനത്തെ തുണി എനിക്ക് കൂടുതൽ ഇഷ്ടം. എന്നാലും കുട്ടി കിടക്കുന്ന പോലത്തെ തുണി അല്ലെങ്കിൽ കോട്ടൻ്റെ തുണി അങ്ങനെ കൂടുതൽ നല്ലത്. ഇത് ഷാള് നല്ലതാണ്. ഓക്കെ, പിന്നെ വേറെ ബ്ലാക്ക് വരുന്നുണ്ട്. ബ്ലാക്ക് വൈനാണ് ഇത്. മറിച്ചതിൽ ഒരു ത്രെഡ് വർക്കൊക്കെ ഇങ്ങനെ ചെയ്തിട്ട് അതിൻ്റെ ഇത് ചുരിദാർ വരുന്നത്. നല്ല തുണിയാണ്. നല്ല സൂപ്പർ കോട്ടനാണ്. പ്ലെയിൻ അല്ല കേട്ടോ. കാണുമ്പോൾ ചിലപ്പോൾ ഇത് പ്ലെയിൻ ആയിട്ട് തോന്നുന്നുണ്ട്. അറച്ച് ഇങ്ങനെ ഒരു ത്രെഡ് വർക്ക് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ഷാള് ഇത് പ്ലെയിൻ ബ്ലാക്കിൽ ഇതേപോലെ ഡിസൈൻ ആയിട്ടുള്ള ഇത് ദുപ്പട്ട വരുമ്പോൾ നല്ല രസമാണ്. ഇത് നെക്കിൽ എപ്പോഴും ഇങ്ങനെ കോമൺ ആയിട്ട് നമുക്ക് കാണുന്ന പോലത്തെ ഒരു ചുരിദാർ. പ്ലെയിൻ ആയിട്ട് ഇത് ഷിഫോണിൻ്റെ തന്നെ പല വെറൈറ്റി ആണ്. ഇത് കുറച്ച് കുറഞ്ഞ ഒരു വെറൈറ്റി ഒരു ഷിഫോണാണ് എനിക്ക് തോന്നുന്നുണ്ട്. ഇതിന് അത്രയ്ക്ക് റേറ്റ് അധികമായിട്ടുണ്ടായിട്ടില്ല. അപ്പം ചുരിദാറിന് പിന്നെ ഞാൻ 2-3 ചുരിദാറുകൾ ഞാൻ തയ്പ്പിക്കാൻ വേണ്ടി കൊണ്ടിട്ടുണ്ട്. ഇത് എൻ്റെ ഈ ചുരിദാറിൻ്റെ ഷാളാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഷാൾ. പക്ഷേ ഇത് മേത്ത് കിടക്കില്ല. അതാ കുഴപ്പം. പള്ളിയിൽ പോയിട്ട് ഞാനിത് 2 ആയിട്ട് മടക്കിയിട്ട് തലയുടെ മുകളിൽ വെച്ചു. പിന്നെ മേത്തിട്ടുണ്ടെങ്കിൽ ഊർന്നു പോവും. അതാ ഒരു കുഴപ്പം. പക്ഷേ നല്ല ഭംഗിയുള്ള ഷാൾ. ഇതൊക്കെ എന്നാലും വേറെ ചുരിദാറുകൾ വേറെ മെറ്റീരിയലൊക്കെ വാങ്ങിച്ചിട്ട് നമുക്ക് പ്ലെയിൻ ആയിട്ടുള്ള ബ്ലാക്കിൻ്റെ കൂടെ അല്ലെങ്കിൽ ബ്ലൂ കളർ ഇതൊക്കെ ബ്ലൂവിൻ്റെ ഡിസൈനൊക്കെ പോയിട്ടുണ്ട്. അതിനൊക്കെ പ്ലെയിൻ ആയിട്ടുള്ള ചുരിദാറുകളൊക്കെ വാങ്ങിച്ചിട്ട് അതിന് സ്ലീവിൻ്റെ കൂടെയാണ് ഞാൻ നല്ല ദിവസം ചുരിദാർ തയ്പ്പിച്ചിട്ടുണ്ടായിരുന്നു. ഈ പ്ലെയിൻ ആയിട്ടുള്ള ചുരിദാർ തയ്പ്പിച്ചു. എന്നിട്ട് ഈ നെക്കിൻ്റെ ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് വേറെ ഒരു സെപ്പറേറ്റ് പീസ് വാങ്ങിച്ച് അങ്ങനെ വെച്ചു. എന്നിട്ട് അതിൻ്റെ പൈപ്പിംഗ് ഒക്കെ കൊടുത്ത് കൈമേൽ പൈപ്പിംഗ് ഒക്കെ വെച്ചിട്ടുണ്ടെങ്കിൽ പഴയ ചുരിദാറുണ്ടായിരുന്നു. നല്ല ഭംഗിയുണ്ടായിരുന്നു ചുരിദാർ. അതേപോലെ
പ്ലെയിൻ ആയിട്ടുള്ള ടോപ്പ് തയ്പ്പിച്ചിട്ട് അതിൻ്റെ കൂടെ ഷോളൊക്കെ ഇടാൻ വേണ്ടിയിട്ട് നല്ല പൈക്കിട്ട്. പിന്നെ ഞാൻ കുറച്ച് ഇതേപോലത്തെ വെസ്റ്റേൺ ഡ്രസ്സ് വാങ്ങിച്ചിട്ടുണ്ട്. ഇതെൻ്റെ എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു. ഇത് സ്റ്റൈൽ യൂണിയൻ എന്ന് പറഞ്ഞിട്ട് ഞാൻ എറണാകുളത്ത് നിന്ന് വാങ്ങിച്ച ഒരു ടോപ്പാണ്. ഇത് ക്രോപ്പ് ടോപ്പാണ്. ഇതിന് അധികം ഇറക്കില്ല. അതിൻ്റെ കൂടെ അതിൻ്റെ പാൻറ് തരും. ഇതെനിക്ക് ഭയങ്കര ഇഷ്ടമായി. അതിൻ്റെ പാൻറ് അത് കാണുമ്പോൾ അത്രയ്ക്കൊരു ഇതല്ല കേട്ടോ, അത്രയ്ക്കൊരു ബ്രൈറ്റ് അല്ല. അത് കുറച്ചൊരു ഡാർക്കായിട്ടുള്ള ഒരു കളറാണത്. എനിക്ക് കൂടുതൽ എപ്പോഴും ഇടാൻ വേണ്ടിയിട്ട് ഇഷ്ടം ഇതേപോലത്തെ ഇങ്ങനത്തെ ഈ ഡ്രസ്സുകളാണ്. ഇങ്ങനെ വെസ്റ്റേൺ സ്റ്റൈലുള്ള ഇങ്ങനത്തെ ഡ്രസ്സുകളാണ് എനിക്ക് കൂടുതൽ. എനിക്ക് എപ്പോഴും ചേരണ്ടായിട്ട് തോന്നിയത്. ചിലപ്പോൾ നിങ്ങൾ അറിയില്ല മേക്ക് ചുരിദാറിന് ചേരാന്ന് പറയും. പക്ഷെ എനിക്ക് എപ്പോഴും ഇതേപോലെ ഇങ്ങനത്തെ ഈ സ്കേർട്ട് ഡ്രസ്സുകൾ അങ്ങനത്തെ സാധനങ്ങളാണ് എനിക്ക് കൂടുതൽ ഇടുമ്പോൾ എനിക്ക് കാണുമ്പോൾ കൂടുതൽ ഭംഗിയായിട്ട് തോന്നുന്നത്. പലർക്കും പല അഭിപ്രായം പറയും. അത് ഇത് ഈ സ്റ്റൈൽ യൂണിയൻ എന്നുള്ള കട നല്ല കടയാണ്. അവിടെ കുറേ നല്ല ഡ്രസ്സുകളുണ്ട്. ഇതും ഒരു ക്രോപ്പ് ടോപ്പ്. ഇത് ഞാൻ 650 രൂപകളായിരുന്നു കേട്ടോ. ഇവിടെ പുറത്തുനിന്നൊക്കെ വന്നവർക്ക് വേണമെങ്കിൽ അവിടെ പോയിട്ടുണ്ടെന്ന് ശരിക്കും നോക്കിക്കോട്ടെ. അങ്ങനത്തെ നല്ല ടോപ്പുകളുണ്ട്. അധികം ഇറക്കില്ല. ഇത് അധികം ഇങ്ങനെ ക്രോപ്പ് ടോപ്പുകളൊക്കെ ഇടുമ്പോൾ എന്താണെന്ന് വെച്ചാൽ നമുക്ക് അതിന് ഒരുപാട് അങ്ങനെ തടി തോന്നില്ല. പക്ഷേ നല്ല ഷേപ്പിൽ കിടക്കും. ലോങ് ആയിട്ടുള്ള കുറച്ച് ടോപ്പൊക്കെ ഇടുമ്പോൾ നമുക്ക് ഭയങ്കര തടി തോന്നും. ഇതാണ് ഒരു ടോപ്പ്. അത് പിന്നെ എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു. എന്തായാലും ഇവിടെ ഒന്നും ഇടാൻ വേണ്ടിയിട്ട് പറ്റില്ല. ചിലപ്പോൾ നിങ്ങൾക്ക് ചിലവർക്ക് കാണുമ്പോൾ ചിലവർക്ക് ഇഷ്ടമുണ്ടാവില്ല. ഇതിന് അധികം ഇറക്കില്ല. ഇത് എനിക്ക് ഇങ്ങനത്തെ നെക്ക് ഭയങ്കര ഇഷ്ടം. കയറിയിട്ടുള്ള നെക്ക് ഞാൻ കാണിക്കാം. പിന്നെ കുട്ടിന് താഴെ ഇതിന് ഇറക്കുള്ളൂ. അപ്പോൾ അതിന് ഫാനിട്ടുണ്ട്. ഒരു ക്ലിയർ ആയിട്ട് ഇത് ഞാൻ എറണാകുളത്ത് ഒരു കടയിൽ നിന്ന് വാങ്ങിച്ചത്. കടയിൽ പേര് ഞാൻ മറന്നു കേട്ടോ. അങ്ങനെ ഒരു ടോപ്പ്. ഇതൊന്നും അധികം ഇറക്കില്ല. മുട്ട് വരെ ഇറക്കുള്ളൂ. ചിലവർക്ക് അങ്ങനത്തെ ഡ്രസ്സുകളൊന്നും ഇഷ്ടമില്ല. ഞാൻ അവിടെ വരെ വെക്കേഷനൊക്കെ പോകുമ്പോൾ അങ്ങനത്തെ ഡ്രസ്സുകൾ എടുപ്പോൾ കുറേ പേരൊക്കെ ചീത്തയൊക്കെ വിളിച്ചിട്ട് കമൻസ് ഇടാറുണ്ട്. അപ്പോൾ അവരൊക്കെ ഇത് കാണുമ്പോൾ ഇന്നിപ്പോൾ തന്നെ കുറേ കമൻസുകൾ അതിനെതിരെ വരും. എന്നിട്ടുണ്ടെങ്കിൽ നല്ല രസമാണ്. എനിക്ക് ചിലവർക്ക് തന്നെ കാലൊക്കെ കാണുമ്പോൾ അയ്യോ എന്താ പോലെയാണ്, കാലൊന്നും കാണിക്കാൻ പാടില്ല എന്ന് പറയും. പക്ഷെ നമുക്ക് പുറത്തേക്ക് പോയിട്ട് ചിലപ്പോൾ ഞാനും നാട്ടിലേക്ക് വളർത്തുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ ഞാൻ ഇങ്ങനത്തെ ഡ്രസ്സുകളൊന്നും ഇല്ലേ. പക്ഷെ നമുക്ക് പുറത്തേക്ക് പോയിട്ട് നമ്മൾ എവിടെയെങ്കിലൊക്കെ പോകുമ്പോഴേക്ക് ആയിരുന്നാലും നമുക്കങ്ങനെ കാല് കാണിക്കുന്നുണ്ട്. പ്രത്യേകിച്ച് എനിക്ക് അങ്ങനെ ഒരു കുഴപ്പമൊന്നും തോന്നാറൊന്നുമില്ല. കാരണം എല്ലാവരും അങ്ങനെ നടക്കുന്നത്. അപ്പോൾ പിന്നെ നമ്മളും അങ്ങനെ നടക്കണം. നമ്മൾ ഓരോ സ്ഥലത്ത് പള്ളിയിലൊക്കെ പോകുമ്പോൾ നമ്മൾ ചുരിദാറൊക്കെ ഇട്ടിട്ട് അങ്ങനെ പോകും. നമ്മൾ വെക്കേഷനൊക്കെ പോകുമ്പോൾ നമ്മൾ ഈ ഷോളും ചുരിദാറും അങ്ങനെ വെച്ചിട്ടൊന്നും ആരും പോകില്ലല്ലോ. അങ്ങനെയൊക്കെ നമ്മൾ പുറത്തേക്ക് പോകുമ്പോൾ അങ്ങനെയൊക്കെ പോയിട്ടുണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആൾക്കാരെ കാണുമ്പോൾ ചിലപ്പോൾ ഇത് എവിടെ നിന്ന് വന്നത് അങ്ങനെയൊക്കെ. ബീച്ചിലൊക്കെ പോകുമ്പോഴൊക്കെ ആയിരുന്നാലും ബീച്ചിലിറങ്ങാറൊന്നുമില്ല. അപ്പോൾ ബീച്ചിൻ്റെതായ ഡ്രസ്സ് നമ്മളതിനെ അങ്ങനെ ആരും നോക്കുന്നില്ല. നമ്മുടെ നാട്ടിലൊക്കെയാണ് അങ്ങനെ നമ്മൾക്ക് എന്തെങ്കിലും ഡ്രസ്സുകളൊക്കെ ഇത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അങ്ങനെ. അപ്പോൾ ഇപ്പം എനിക്ക് തോന്നുന്നു ഇപ്പം അങ്ങനെയൊന്നും ഇല്ല. എന്നാലും കുറച്ച് ആൾക്കാരൊക്കെ ഉണ്ടാവും. നമ്മൾ പുറത്തേക്ക് പോയിട്ടുണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അങ്ങനെയാണ് എല്ലാവർക്കും നടക്കുക. അപ്പം നമ്മളും അതേപോലെ തന്നെ നടക്കണം. ഈ കൈ കണ്ടാലും കാല് കണ്ടാലും ഞാൻ ഇറങ്ങിയിട്ടുള്ള ദിവസങ്ങളൊക്കെ ഡ്രസ്സൊന്നും ഉണ്ടാവില്ല. അങ്ങനത്തെ ഒന്നും ഇടുന്നത് എനിക്ക് ഇഷ്ടമില്ല. പക്ഷെ മുട്ടിന് താഴെ കാണുന്നതൊന്നും എനിക്ക് അങ്ങനെ ഒരു കുഴപ്പമൊന്നും തോന്നാറൊന്നുമില്ല. അപ്പോൾ ഇത് അങ്ങനത്തെ രണ്ട് ഡ്രസ്സ്. ഇത് നല്ല ഡ്രസ്സ് ഉണ്ടായിരുന്നു ഞാൻ ഇട്ടത്. എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു. ഇങ്ങനത്തെ ഡ്രസ്സുകളൊക്കെ ഇടുമ്പോഴല്ലോ നന്നായിട്ട് ഒതുങ്ങി കിടക്കും. ഇത് അങ്ങനെ രണ്ടെണ്ണം വെച്ചു. പിന്നെ കുറച്ച് അതിന് വേറൊരു സാരി ഉണ്ടെന്ന് പറഞ്ഞത്. ഓക്കെ, ഇതെന്നെ പറഞ്ഞപ്പോൾ കുറേ സമയമായിട്ടുണ്ട്. ഇന്ന് ഇപ്പം ഞാൻ ടൈപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് കൊണ്ടുവന്ന് തുടങ്ങാം. എനിക്ക് കഴിയുന്നത് തയ്ച്ച് തരാൻ പറ്റാമെങ്കിൽ എനിക്ക് തയ്ച്ച് തരാൻ പറഞ്ഞു.